പ്രണയസഖി ഭാഗം 19. ശിവ വന്ന് നോക്കുമ്പോൾ വർണ്ണ അടുക്കളയിൽ നിന്ന് കാര്യമായ പണിയിലാണ്. വർണ്ണ അടുക്കളയിൽ വന്ന് അവൻ അവളെ വിളിച്ചു. അവൻ്റെ വിളി കേട്ടതും പുഞ്ചിരിയോടെ തന്നെ അവൾ അവനെ തിരിഞ്ഞു നോക്കി. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങിയൊക്കെ നിൽക്കുകയാണ് അവൾ. വല്ലാത്തൊരു ഐശ്വര്യം പോലെ തോന്നി അവളെ കണ്ടപ്പോൾ. എന്താ? തന്നെ വിളിച്ചിട്ടും ഒന്നും സംസാരിക്കാതെ തന്നെ തന്നെ നോക്കി നിൽക്കുന്നവനോട് അവൾ ചോദിച്ചു. അത് പിന്നെ താനൊന്ന് വേഗം റെഡിയായി വരുമോ? നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. പതർച്ചയോടെ എങ്ങനെയോ അവൻ അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞൊപ്പിച്ചു. അവൾ അവനെ സംശയത്തോടെ നോക്കുന്നത് അവൻ കണ്ടുവെങ്കിലും അവളിൽ നിന്നും മുഖം തിരിച്ച് അവൻ വേഗം തന്നെ തിരിഞ്ഞു നടന്നു. രാവിലെ തന്നെ ഇതെവിടെ പോകാനാണാവോ എന്ന് ചിന്തിച്ച് അവൾ അവനുള്ള ചായ കൊടുത്തുകൊണ്ട് റെഡിയാവാൻ പോയി. അവനാണെങ്കിൽ ഈയൊരു കാര്യം എങ്ങനെ അവളോട് പറയും എന്നുള്ള കാര്യത്തിൽ ഒരെത്തും പിടിയും കിട്ടാതെ ആകെ ആദിയോടെ ഇരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ വേഗം റെഡിയായി ഇറങ്ങി. ഉത്സാഹത്തോടെ ഒരുങ്ങിയിറങ്ങി വരുന്നവളെ അവൻ സഹതാപത്തോടെയാണ് നോക്കിയത്. പോകാം, അവൾ വന്ന് പറഞ്ഞതും ഇരുവരും ചേർന്നിറങ്ങി. കാർ ഓടിക്കുമ്പോഴും ഒന്നും മിണ്ടാതിരിക്കുന്നവനെ വർണ്ണ ശ്രദ്ധിച്ചിരുന്നു. കുറച്ചു സമയമായി യാത്ര തുടങ്ങിയിട്ട്. പക്ഷേ പിന്നെയും കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ വണ്ടി അവളുടെ വീട്ടിലേക്കാണ് ഓടിക്കുന്നത് എന്ന് മനസ്സിലായി. അവൾ അത് കണ്ടതും അവനെ സംശയത്തോടെ നോക്കുന്നുണ്ടെങ്കിലും അവനൊന്നും പറയാനോ അവളെ നോക്കാനോ പോയില്ല. ഇനി എന്നെ കൊണ്ടുപോയി വീട്ടിലാക്കാനാവോ? അവൾ അങ്ങനെയും ചിന്തിച്ചു. അങ്ങനെയാണെങ്കിൽ അതെന്തിനാ? ശല്യമൊന്നും ഇല്ലാതെ ഞാൻ ജോലിക്ക് പൊക്കോളാം എന്ന് പറഞ്ഞതാണല്ലോ. അങ്ങനെ ഓരോന്നും ചിന്തിച്ചിരിക്കുമ്പോൾ അവളുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു. അങ്ങോട്ട് തിരിയുന്നത് കണ്ടപ്പോൾ തന്നെ അവളുടെ നെഞ്ചിൽ ആകെ ഒരു വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു. നെഞ്ചിൽ ആകെ ഭയം ഉരുണ്ടുകൂടുന്നത് പോലെ. വീടിനരികിലാണ് വണ്ടി പാർക്ക് ചെയ്ത് നിർത്തിയത്. അകത്തേക്ക് കയറ്റിയില്ല. എങ്കിലും മുത്തശ്ശിയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതി അവളുടെ ഉള്ളിൽ ചെറിയൊരു സന്തോഷം തോന്നിയിരുന്നു. പക്ഷേ കാറിനുള്ളിൽ ഇരുന്ന് തന്നെ വീടിൻ്റെ മുറ്റത്തേക്ക് നോക്കിയതും അവളുടെ ചുണ്ടിലെ പുഞ്ചിരി നിമിഷനേരം കൊണ്ട് മാഞ്ഞു പോയിരുന്നു. വീടിന് മുറ്റത്ത് നിറയെ ആളുകളാണ്. വീടിൻ്റെ മുന്നിലായി പന്തലും ഇട്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ തന്നെ അവളുടെ മനസ്സിലൂടെ മുത്തശ്ശിയുടെ രൂപമാണ് കടന്നുപോയത്. ഇറങ്ങ്. വണ്ടി നിർത്തിയിട്ടും അനങ്ങാതെ ഇരിക്കുന്നവളോടായി അവൻ പറഞ്ഞു. എന്നിട്ടും അവൾ നിശ്ചലമായി ഇരിക്കുന്നത് കണ്ടതും അവൻ ഡോറ് തുറന്നിറങ്ങി അവളുടെ സൈഡിലുള്ള ഡോറ് തുറന്നു കൊടുത്തു. വാ. അവൻ വീണ്ടും വിളിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ മിഴിനീർ തുള്ളികൾ. അത് കണ്ടതും അവൻ്റെ ഹൃദയം ഒന്ന് പിടച്ചു. അവൻ അവളുടെ നേരെ തൻ്റെ കൈ നീട്ടി. അവൻ കൈ നീട്ടിയിട്ടും അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. നിമിഷ നേരം കൊണ്ട് അവളുടെ ചുണ്ടുകൾ ഒന്ന് വിതുമ്പിപ്പോയി. കാറിൽ നിന്നിറങ്ങി നടക്കുമ്പോൾ തന്നെ അവളുടെ കാലുകൾ ഇടയ്ക്ക് ഇടറിപ്പോകുന്നുണ്ടായിരുന്നു. വീടിൻ്റെ മുന്നിൽ തന്നെ മുത്തശ്ശിയുടെ മരണത്തിൻ്റെ ഫ്ലെക്സ് ഇട്ടിട്ടുണ്ട്. ഭാനുമതി, 86 വയസ്സ്. അത് കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇത്ര നേരം മുത്തശ്ശി ആയിരിക്കില്ല എന്നൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു. ആളുകളുടെ ഇടയിലൂടെ നടന്ന് അവൾ മുത്തശ്ശിയുടെ അടുത്തേക്കെത്തി. അടുത്തേക്ക് നടന്നെടുക്കുമ്പോൾ ചെറിയച്ഛനും ചെറിയമ്മയും അവരുടെ മക്കളുമൊക്കെ അടുത്തായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അവർക്ക് വലിയ ദുഃഖമുള്ളതായിട്ടൊന്നും മുഖം കണ്ടിട്ട് തോന്നുന്നില്ല. ഇവർ വരുന്നത് കണ്ടപ്പോൾ തന്നെ അവർ എല്ലാവരും ശിവയെയും വർണ്ണയെയും മാറി മാറി നോക്കുന്നുണ്ട്. വർണ്ണ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു. ആകെ വെള്ളത്തുണിയിൽ മൂടിക്കെട്ടി വെച്ചിരിക്കുന്ന മുത്തശ്ശിയെ കാണെ അവൾക്ക് സങ്കടം പിടിച്ചു നിർത്താനായില്ല. മുത്തശ്ശിയുടെ കവിളിലായിട്ട് അവളൊന്ന് തൊട്ടു. എപ്പോഴും ഉണ്ടാവുന്ന ചൂട് ഇന്നില്ല. ആകെ തണുത്തുറഞ്ഞിരിക്കുന്നു. ആ തണുപ്പ് അവളുടെ കയ്യിലേക്ക് പടർന്നു. മുത്തശ്ശിയെ അങ്ങനെ നോക്കി നിൽക്കുന്നതിനനുസരിച്ച് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഒഴുകിയിറങ്ങുന്നുണ്ട്. അവളുടെ പിന്നിലായി തന്നെ ശിവയും നിൽക്കുന്നുണ്ട്. ഒരു നോക്ക് മാത്രമാണ് ശിവ മുത്തശ്ശിയെ നോക്കിയത്. അവൻ്റെ ഉള്ളിൽ കുറ്റബോധം തിങ്ങി നിറഞ്ഞു. വിതുമ്പുന്ന ചുണ്ടുകളോടെ വർണ്ണ മുത്തശ്ശിയുടെ നെറ്റിയിൽ ഒന്ന് ചുണ്ടമർത്തി. മുത്തശ്ശിയിൽ നിന്ന് അടർന്നു മാറുമ്പോൾ അവളുടെ കണ്ണുകളിലാകെ ഇരുട്ടുമൂടി. കൃഷ്ണമണി മേൽപോട്ട് മറിഞ്ഞു. വാടി തളർന്ന് വീഴാൻ പോകുമ്പോഴേക്കും അവൻ്റെ കൈകൾ അവളെ താങ്ങി നിർത്തിയിരുന്നു. മുത്തശ്ശി! അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ഏതോ ഓർമ്മയിലെന്ന പോലെ അവൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. കണ്ണുകൾ വലിച്ചു തുറന്ന് അവൾ ചുറ്റിനും ഒന്ന് പരതി. അരികിലായി തന്നെ ശിവ ഇരിക്കുന്നുണ്ട്. അവനെ കണ്ടതും അവൾക്കൊരു ആശ്വാസം തോന്നിയെങ്കിലും അവൾ ചുറ്റിനും നോക്കുകയാണ്. അവൾക്ക് ഏതോ ഒരു മുറിയിലാണ് താനിപ്പോൾ ഉള്ളത് എന്ന് മനസ്സിലായി. മുത്തശ്ശി എവിടെ എന്ന് ചോദിച്ച് അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. ആ! എഴുന്നേറ്റ പാടെ അവൾ വേദനയോടെ ശബ്ദമുണ്ടാക്കി. അനങ്ങല്ലേ വർണ്ണ, കയ്യിൽ ഡ്രിപ്പിട്ടിരിക്കുവാണ്. ശിവ അവളെ പിടിച്ച് വീണ്ടും കട്ടിലിലേക്ക് തന്നെ ഇരുത്തി. വേണ്ട, ഇതൊന്നും വേണ്ട, നമുക്ക് പോവാം. മുത്തശ്ശി എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. പിച്ചും പേയും പറയുന്നത് കണക്കെ അവൾ ഓരോന്ന് പുലമ്പിക്കൊണ്ടിരുന്നു. അവൻ അവളെ അലിവോടെ നോക്കി. ദേവേട്ടൻ എന്താ വരാതിരിക്കുന്നത്? വാ, നമുക്ക് പോവാം. അത് പറഞ്ഞ് അവൾ വീണ്ടും കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പോകാം, ഈ ഡ്രിപ്പ് ഒന്ന് കഴിഞ്ഞിട്ട് പോവാം. അവരോട് വന്ന് ഇതൊക്കെ ഒന്ന് മാറ്റാൻ പറയും ദേവേട്ടാ. അത് തീർന്നാലല്ലേ മാറ്റാൻ പറ്റുള്ളൂ.
കട്ടിലിൽ നിന്നും പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവളെ അവൻ വീണ്ടും വീണ്ടും അവിടേക്ക് തന്നെ തടഞ്ഞു നിർത്തി. ഇവിടെ ഇരിക്ക്, ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാം. അവൻ പറഞ്ഞതും അവൾ അനുസരണയുള്ള കുട്ടികളെപ്പോലെ തലയാട്ടി കട്ടിലിലേക്ക് തന്നെ ഇരുന്നു. അവൻ പോയി ഡോക്ടറെ കൊണ്ടുവന്നു. ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്. വർണ്ണയോടായി പറഞ്ഞതും അവൾ ഡോക്ടറിനെയും ശിവയെയും മാറി മാറി നോക്കി. വേണ്ട, ഇനി ഇഞ്ചക്ഷനൊന്നും വേണ്ടെന്ന് പറയ് ദേവേട്ടാ. എനിക്ക് മുത്തശ്ശിയെ കാണണം. നമുക്ക് അങ്ങോട്ട് പോവാം. വിതുമ്പലോടെ പറയുന്നവളോട് അവൻ എന്തുത്തരം പറയണം എന്നറിയില്ലായിരുന്നു. ഡോക്ടർ ശിവയെ നോക്കി. ശിവ ഒന്ന് പുറത്തേക്ക് വന്നേ. വർണ്ണയെ ഒന്ന് നോക്കി അവൻ ഡോക്ടറുടെ ഒപ്പം പുറത്തേക്ക് നടന്നു. ശിവ, വർണ്ണയുടെ കണ്ടീഷൻ ഇപ്പോൾ വളരെ മോശമാണ്. രാവിലെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോഴാണ് കണ്ണൊന്ന് തുറക്കുന്നത് തന്നെ. കുറച്ച് സമയം കൂടെ റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഇനി ഇഞ്ചക്ഷൻ വേണ്ട വിനു. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അവളെ ഞാൻ നോക്കിക്കോളാം. സീരിയസ്ലി ശിവ, കാര്യമായിട്ട് പറയുവാണ്. ആ കുട്ടിയുടെ ബോഡി വളരെ വീക്കാണ്. വിറ്റമിൻ ടാബ്ലറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതിനെക്കുറിച്ച് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. വേണ്ട വിനു, ഐ വിൽ മേക്ക് ഇറ്റ്. വെറുതെ ആവശ്യമില്ലാതെ മരുന്ന് കഴിച്ച് ഇനി അടുത്ത അസുഖമൊന്നും വരുത്തി വെക്കണ്ട. ഞാൻ നോക്കിക്കോളാം അവളെ. ശിവ അത് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നു. നമുക്ക് പോവാൻ ദേവേട്ടാ. അവനെ കണ്ടതും വിതുമ്പുന്ന ചുണ്ടുകളോടെ അവൾ പറഞ്ഞതും അവൻ്റെ ഹൃദയം നൊന്തു. പോകാം. അത് പറഞ്ഞ് അവൻ തന്നെ വന്ന് അവളുടെ കയ്യിൽ ഡ്രിപ്പ് ഊരിയെടുത്തു. അവൻ ഡ്രിപ്പ് ഊരിയെടുക്കുന്നതെല്ലാം അവൾ സൂക്ഷ്മതയോടെ നോക്കിയിരിക്കുകയായിരുന്നു. തിരികെ കാറിലേക്ക് കയറി അല്പം ദൂരമായപ്പോൾ തന്നെ വർണ്ണ വീണ്ടും ഉറങ്ങിപ്പോയിരുന്നു. സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും വർണ്ണ നന്നായി ഉറക്കം പിടിച്ചിരുന്നു. അവൻ വിളിച്ചിട്ടും ഉണരുന്നുണ്ടായിരുന്നില്ല. വീടിൻ്റെ വാതിൽ തുറന്ന് അവളെ ഇരുകൈയിലും കോരിയെടുത്ത് അവൻ അകത്തേക്ക് നടന്നു. അവളെ കിടക്കയിലേക്ക് കിടത്തിയിട്ടും അവൾ അവനെ ഇറുക്കി പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ അവളിൽ നിന്നും മാറാൻ പറ്റിയില്ല. അവളെ ഉണർത്തണ്ടെന്ന് കരുതി അവൻ അവളുടെ അരികിലായി തന്നെ ഇരുന്നു. ആ ഇരിപ്പിൽ തന്നെ അങ്ങനെ ഇരുന്ന് ശിവയും ഉറങ്ങിപ്പോയിരുന്നു. രാവിലെ തന്നെ വർണ്ണയാണ് ആദ്യം കണ്ണു തുറന്നത്. തലയ്ക്കൊക്കെ വല്ലാത്ത ഭാരം പോലെ തോന്നി അവൾക്ക്. പക്ഷേ എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് തൻ്റെ വയറിലൂടെ എന്തോ കിടക്കുന്നുണ്ട് എന്ന് വർണ്ണ ശ്രദ്ധിക്കുന്നത്. നോക്കുമ്പോൾ ശിവയുടെ കൈകൾ വർണ്ണയുടെ വയറിലൂടെ ചുറ്റിയിരിക്കുന്നു. വർണ്ണ ഞെട്ടലോടെ ശിവയെ നോക്കി. പക്ഷേ അവൻ നല്ല ഉറക്കത്തിലാണ്. അവനെ ഉണർത്താതെ തന്നെ അവൾ ആ കൈകളെടുത്ത് മാറ്റിവെച്ചു. അവനൊന്ന് അനങ്ങിക്കൊണ്ട് അവളിൽ നിന്നും തിരിഞ്ഞു കിടന്നു. ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചു വിട്ടുകൊണ്ട് അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അവൾക്ക് ഇന്നലെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് ഓർമ്മ കിട്ടുന്നില്ലായിരുന്നു. പെട്ടെന്നാണ് അവളുടെ മനസ്സിലേക്ക് മുത്തശ്ശിയെ കാണാൻ പോയതും അവിടെ വെച്ച് താൻ തലകറങ്ങി വീണതും പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ച് ഉണരുന്നതും ഒക്കെ ഓർമ്മ വന്നത്. മുത്തശ്ശിയുടെ കാര്യം ഓർത്തതും അവളുടെ കണ്ണുകളിൽ അവൾ പോലും അറിയാതെ കണ്ണുനീർ ഉരുണ്ടുകൂടി. കട്ടിലിൽ തന്നെ ഇരുന്ന് മുട്ടിലേക്ക് മുഖം പൂഴ്ത്തി അവൾ തേങ്ങിപ്പോയി. ജനിച്ചപ്പോൾ മുതൽ കാണുന്നൊരു വ്യക്തി ഇന്ന് ജീവനോടെ ഇല്ല എന്നുള്ളത് അവൾക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഓർമ്മ വെച്ച് കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ ആകെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടുള്ളത് മുത്തശ്ശിയിൽ നിന്നും മാത്രമാണ്. ഇന്ന് ഇപ്പോൾ ആ സ്നേഹവും തന്നെ വിട്ടു പോയിരിക്കുന്നു. അവൾക്ക് വല്ലാതെ ഒറ്റപ്പെടുന്നത് പോലെ തോന്നി. കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ തുള്ളികൾ ഒഴുകിയിറങ്ങിക്കൊണ്ടേയിരുന്നു. അവളുടെ തേങ്ങൽ ശബ്ദം കേട്ടുകൊണ്ടാണ് ശിവ കണ്ണു തുറന്നത്. കണ്ണുകൾ വലിച്ചു തുറന്നു നോക്കിയതും അവൻ വേഗം ഞെട്ടി എഴുന്നേറ്റിരുന്നു. ഇന്നലെ ഇവിടെ കിടന്നാണ് ഉറങ്ങിയത് എന്ന് ചിന്തിച്ച് അവൻ അവളെ നോക്കുമ്പോഴാണ് അവൾ കരയുന്നത് കാണുന്നത്. എടോ, അവൻ അവളെ അരുമയായി വിളിച്ചു. അവൾ മുഖം ഒന്ന് കൈകൊണ്ട് അമർത്തി തുടച്ച് അവനെ നോക്കി. അവനാണെങ്കിൽ അവളെ നോക്കാനായിട്ട് തന്നെ ആകെ ഒരു ചടപ്പ് തോന്നി. അവൻ വല്ലായ്മയോടെ അവളെ നോക്കി. താനിങ്ങനെ കരയല്ലേ, അമ്മയാണ് സത്യം, ഞാനൊന്നും ചെയ്തിട്ടില്ല. അവൻ അങ്ങനെ പറഞ്ഞതും അവൾ അവനെ മനസ്സിലാവാത്ത രീതിയിൽ സംശയത്തോടെ നോക്കി. ഇന്നലെ താൻ ഉറങ്ങിപ്പോയപ്പോൾ ഉണർത്തണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് കിടത്തിയതാണ്. പക്ഷേ താൻ ഷർട്ടിൽ നിന്ന് പിടിവിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് അറിയാതെ ഉറങ്ങിപ്പോയതാണ്. വല്ലായ്മയോടെ പറയുന്നവനെ വർണ്ണ വാ തുറന്ന് നോക്കിപ്പോയി. ഇവനിതെന്താണ് ഈ പറയുന്നത് എന്ന എക്സ്പ്രഷനായിരുന്നു വർണ്ണയ്ക്ക് അന്നേരം. അവൾ അവനെ മനസ്സിലാവാത്ത രീതിയിൽ സംശയത്തോടെ തിരികെ ചോദിച്ചു. വെയിറ്റ്, താൻ കരയുന്നത് എന്തിനാ? ഞാൻ അത് പെട്ടെന്ന് മുത്തശ്ശിയെ ഓർത്തപ്പോൾ. മുഴുവനാക്കാതെ അവൾ അത് പറഞ്ഞു നിർത്തി. ഓ സോറി, ഞാൻ കരുതി ഒന്നുമില്ല. അവൻ എന്തോ പറഞ്ഞു തുടങ്ങി അത് നിർത്തിക്കളഞ്ഞു. വേഗം കട്ടിലിൽ നിന്ന് അവൻ എഴുന്നേറ്റ് നിന്നു. പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയവൻ വീണ്ടും അവിടെ തന്നെ നട്ടം തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടതും അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. വർണ്ണ, അത് പിന്നെ താൻ ഓക്കെ അല്ലേ? അവൻ അവളോട് ചോദിച്ചതും അവൾ അവനെ ഒന്ന് നോക്കി. ഐ മീൻ, മുത്തശ്ശിയുടെ കാര്യം ഓർത്ത് വെറുതെ വിഷമിച്ചിരിക്കരുത്. നമുക്ക് ഇന്നൊന്ന് അവിടെ വരെ പോയി വരാം. അവൻ പറഞ്ഞതും വർണ്ണയൊന്നും തലയാട്ടി. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ മുറിക്ക് പുറത്തേക്ക് നടന്നു. അധികം വൈകാതെ തന്നെ വർണ്ണയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇരുവരും ഇറങ്ങി. കാറിലിരിക്കുമ്പോഴും അവൾ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്.
പുറകിലേക്ക് മറഞ്ഞു പോകുന്ന കാഴ്ചകൾ നോക്കിയിരിക്കുമ്പോഴും അവളുടെ മനസ്സ് മറ്റെങ്ങോ ആണെന്ന് അവന് മനസ്സിലായി. കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ വീടെത്തി. കാറ് അവളുടെ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിർത്തി. പന്തലൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. പക്ഷേ അവിടെ ഒച്ചയോ അനക്കമൊന്നുമില്ല. വീടും പൂട്ടിയിട്ടിരിക്കുന്നു. ശിവ അവളെയൊന്ന് നോക്കി. ഇപ്പോഴും പുറത്തേക്ക് നോക്കി അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. വീടെത്തിയതൊന്നും അവൾ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നി അവന്. വർണ്ണ, അവൻ അവളെ പതിയെ തട്ടി വിളിച്ചു. പക്ഷേ അവളത് കേട്ടിട്ടില്ല എന്നത് അവളുടെ ഇരിപ്പിൽ നിന്ന് തന്നെ അവന് മനസ്സിലായി. എടോ, അവൻ അവളുടെ ഷോൾഡറിലായി ഒന്ന് തട്ടി. ഞെട്ടിക്കൊണ്ട് അവൾ അവനെ നോക്കി. വീടെത്തി, വാ ഇറങ്ങ്. അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി. അവൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവളുടെ സൈഡിലെ ഡോറ് തുറന്നു കൊടുത്തു. അവൾ ഇറങ്ങി. ഇറങ്ങിയപ്പോൾ തന്നെ അവളുടെ ശ്രദ്ധ പോയത് വീടിൻ്റെ തെക്ക് വശത്തേക്കാണ്. അവിടെ എരിയുന്ന ചിത കണ്ടതും അവളുടെ ചുണ്ടുകൾ ഒന്ന് വിതുമ്പിപ്പോയി. ഇടറുന്ന കാലടികളോടെ അവൾ അങ്ങോട്ട് നടന്നു ചെന്നു. അവളുടെ പിറകെയായി അവനും അങ്ങോട്ടേക്ക് ചെന്നു. വണ്ടിയുടെ ശബ്ദം കേട്ടിട്ടാണോ എന്നറിയില്ല. അപ്പോഴേക്കും വീടിനകത്തുണ്ടായവരെല്ലാം പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. എല്ലാവരും വർണ്ണയെയും ശിവയെയും നോക്കുന്നുണ്ട്. ശിവ അത് കണ്ടുവെങ്കിലും അവരെ ആരെയും മൈൻഡ് ചെയ്യാൻ പോയില്ല. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.